ഏതൊരു മനുഷ്യൻ്റെയും ഒരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ? ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂസിലൻഡിലുള്ള നമ്മളെപ്പോലെ തന്നെയുള്ള സാധാരണക്കാരുടെ ഒരു വീടാണ്. ആ വീടിന് 3 കോടിയോളം രൂപ വില വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യാവസ്ഥ. ഇവിടുത്തെ വീടുകൾ ഓൺ ആൻ ആവറേജ് 3 കോടിയോളം രൂപയും അതിന് മുകളിലുമൊക്കെയാണ് വില വരുന്നത്. നമുക്ക് ആ വീടൊന്ന് കണ്ടിട്ട് വരാം. റീസെൻ്റ്ലി എൻ്റെ സുഹൃത്ത് മേടിച്ച വീടാണിത്. മലയാളിയല്ല, ഇവിടുത്തുകാർ തന്നെയാണ്. ഇവിടെ നേരെ കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഡ്രൈവേ. ഇവിടെ ഡ്രൈവേയുടെ ഈ സൈഡിലൊന്നും ഫെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഫെൻസ് തിരിച്ചിരിക്കുന്നത്, അവിടെയും ഫെൻസ് ഉണ്ട്. ആ ഒരു ഏരിയയാണ്. ഇവിടുന്ന് ബാക്കിലോട്ടാണ് ഇവരുടെ വീട് വരുന്നത്. അപ്പോൾ ഫുൾ കോൺക്രീറ്റ് ചെയ്തേക്കണ ഡ്രൈവേ ആണ്. അകത്തോട്ടും കയറി വണ്ടി പാർക്ക് ചെയ്യാം. ഇവരുടെ 2-3 പേര് താമസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ലോണിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കണം. ഇവിടെ ഫുള്ള് ലോൺസ് ആയിരിക്കും കേട്ടോ. ഫുള്ള് എല്ലായിടത്തും പ്രോപ്പറായിട്ട് ലോൺ വെച്ചിരിക്കുമായിരിക്കും. വൃത്തിയും എനിക്ക് അവർ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുമായിരിക്കും. ഇവിടെ ഫുള്ള് ചെടികളും എന്താ പറയുക ബുഷസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഗ്യാരേജാണ്. ഞാനത് ഉള്ളിൽ നിന്ന് വന്ന് കാണിച്ചു തരാം. സോ ദിസ് ഈസ് മൈ ഫ്രണ്ട് ജുവാന. ജുവാന എൻ്റെ കൂടെ ഇവിടെ കൊളീഗായിട്ട് എൻ്റെ കൂടെ സഹാറയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ജുവാന ഇപ്പോൾ പുതിയൊരു ജോലിയൊക്കെ മേടിച്ച് സെറ്റായിട്ടിരിക്കുന്നു, പുതിയൊരു വീട് മേടിച്ചു. അപ്പോൾ ജുവാന മേടിച്ച വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ചെല്ലുന്നത് തന്നെ നമ്മൾ ലിവിങ് റൂമിലോട്ടാണ്. ആ കാണുന്നതാണ് ഫയർ പ്ലേസ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടല്ലോ തീ കായാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ തണുപ്പുള്ള രാജ്യമാണ് ന്യൂസിലൻഡ്, അതുകൊണ്ട് തന്നെ ഫയർ പ്ലേസ് നമുക്കിവിടെ അത്യാവശ്യമാണ്. ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുന്ന് പുറത്തോട്ട് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് നേരെ നമുക്ക് ഔട്ട് സൈഡിലുള്ള ബാക്ക് യാർഡിലോട്ട് പോകുന്ന ഒരു വഴിയാണത്. ഒരു ഹാള് പോലെയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നു വെച്ചിട്ട് ഇവിടെ വേറൊരു ഹീറ്റ് പ്ലേസ് ഉണ്ട്. ഇത് റീസെൻ്റ്ലി പുതിയതായിട്ട് പിടിപ്പിച്ച ഒരു ഹീറ്റ് പ്ലേസ് ആണ്. ഇവർ പുതിയതായിട്ട് വീട് മേടിച്ച് കഴിഞ്ഞപ്പോൾ പിടിപ്പിച്ചൊരു ഫയർ പ്ലേസ് ആണ്. ഇത് ഓൾഡറും പഴയ ഹീറ്റ് പ്ലേസ് ആണ്. ഇത് റിമൂവ് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് ഇവർ മേടിച്ചേ ഉള്ളൂ. ഇവിടെ നേരെ ഈ ഹാളിൽ നിന്ന് തന്നെ മേളിലോട്ട് നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. ഒരു ചെറിയ ഡൈനിങ് സെറ്റപ്പ്. ഈ ഡ്രോയിങ് ഒക്കെ നമ്മുടെ അസാറിയ വരച്ച കേട്ടോ. അസാറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജുവാനയുടെ മോളാണ്. പുള്ളിക്കാർ വരച്ച ഇമേജസ് ആണ്. കൊച്ചാണ്, ഞാൻ കാണിച്ചു തരാം. പുറത്താണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് കിച്ചൺ സെറ്റപ്പ്. ഇവിടെ ഒരു എന്താ പറയുക, എങ്ങനെ ഇതിനെ പറയുക എന്ന് എനിക്കറിയത്തില്ല. ഓപ്പൺ കിച്ചൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രിഡ്ജും കാര്യങ്ങളും, ഓവൻ. ഇവിടെ എല്ലാ വീടുകളിലും ഓവനും കാര്യങ്ങളൊക്കെ കാണും. ഇതാണ് ഓവൻ. ഡിഷ് വാഷർ, അതായത് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ള ഡിഷ് വാഷർ. കബോർഡുകളും കാര്യങ്ങളാണ്. ഇതെല്ലാം ഇവരുടെ പാൻട്രിയാണ്. ഈ കാണുന്നത് പാൻട്രിയാണ്. പിന്നെ മൈക്രോവേവ് ഇവിടെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ മൈക്രോവേവ് ചെയ്യാൻ ഒരു ചെറിയ യൂണിറ്റാണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് ഏരിയാസും അതുപോലെ തന്നെ ഡിഷ് വാഷ് ചെയ്യാൻ നമുക്കുള്ള സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. സോ ഇങ്ങനെ കിച്ചണിൽ നിന്ന് നേരെ ഒരു പാസേജിലാണ് ഇവരുടെ റൂമുകൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോണ്ട്രി റൂമുണ്ട്, ബാത്റൂംസ് ഉണ്ട്, ബെഡ്റൂംസ് ഉണ്ട്. ടോട്ടൽ ഹൗ മെനി ബെഡ്റൂംസ് വി ഹാവ്? 3 ബെഡ്റൂംസ്. സോ നമുക്ക് ടോട്ടൽ 3 ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഹോസ്റ്റൽ രീതിയിലാണ് ഇവിടെ വരുന്നത്. സോ ദിസ് വൺ ഇസ് എ ലോണ്ട്രി റൂം. സോ ലോണ്ട്രിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് മുറി തന്നെ ഇവിടെ ഉണ്ട്. ഡ്രൈയറുണ്ട്, ഡ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രൈയറുണ്ട്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ, അതിൻ്റെ വാഷിംഗ് ഏരിയ. ഇവിടുന്ന് പുറത്തോട്ടുള്ള ഒരു ആക്സസും ഞാൻ പുറകെ വരുമ്പോൾ കാണിച്ചു തരാം ആക്സസ് എവിടെയാണ് എൻ്റെ പേ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു റൂം ഇവിടെയുണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ബെഡ്റൂം കാണാം. അതല്ലേ നല്ലത്. ഫസ്റ്റ് ഇവിടെ ഇതാണ് ഇവരുടെ ഒരു ബെഡ്റൂം. ഫുൾ ഔട്ട് സൈഡിലോട്ടുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ താർനാക്കി മൗണ്ടൻ കാണാൻ പറ്റും നമുക്ക്. ആ കാണുന്നതാണ് താർനാക്കി മൗണ്ടൻ. ഓപ്പൺ ആണ്. അപ്പോൾ സണ്ണി ആയിരിക്കും, ഓപ്പണുമാണ്. നമുക്ക് പുറത്ത് ഈ കാണുന്നത് താർനാക്കി മൗണ്ടനാണ്. ഹെയിലോ അവിടെ നിൽക്കുന്നുണ്ട്, പുറത്ത് കളിയാണ് ഫുള്ള്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം സെറ്റപ്പ്. ഇതിൽ നന്നായിട്ട് ചെയ്യാം. പക്ഷേ ഇവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളതുകൊണ്ട്, ജസ്റ്റ് മേടിച്ചിട്ടേ ഉള്ളത് കൊണ്ടാണ് ബെഡ്റൂമിൽ വലിയ കാര്യമായിട്ട് ഡെക്കറേഷൻസോ വീട്ടിൽ വലിയൊരു കാര്യമായിട്ട് ഡെക്കറേഷൻസോ ഒന്നും ഇല്ലാത്തത്. അപ്പം ഫുൾ ഹൗസ് ഇങ്ങനെ എല്ലാ റൂമുകളും ഇതുപോലെ എം ടി ആണ്. എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫിനിഷ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു ഫർണിഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ചേഞ്ച് വരുത്താൻ. അതിനുശേഷം നമുക്ക് ഒരു ദിവസം വരാം, ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇതൊരു കബോർഡാണ്, ഒരു പേഴ്സണൽ കബോർഡാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, ഈ സൈഡിലും ഒരു ബെഡ്റൂമുണ്ട്. പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. അത് കുട്ടികളുടെ ബെഡ്റൂമാണ്, നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഇവിടെ 3 ഇതായിട്ടാണ് ബാത്റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒന്ന് ബാറ്റപ്പ് ഉള്ളൊരു ഏരിയ, ഇത് ബാറ്റപ്പ് ഉള്ള ഏരിയയാണ്. അവിടെ ഒരു വാഷിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, വാഷ് ഏരിയയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാറ്റപ്പിൻ്റെ ഒരു ഏരിയ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഷവർ ക്യാബിനറ്റ്, നമുക്ക് കുളിക്കാനും കാര്യങ്ങൾക്കുള്ള ഒരു ഷവർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നാട്ടിലൊക്കെ ഈ ക്യാബിനറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഷവർ ക്യാബിനറ്റ് നമുക്ക് ഉള്ളിലോട്ട് കയറുന്നില്ല, നമ്മൾ ഷവർ ക്യാബിനറ്റാണത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ
ബാത്റൂം സെറ്റപ്പാണ് ഇവിടെയുള്ള ഫുള്ള്. ചെറിയ യൂണിറ്റ്, കാരണം അത്ര സ്പേസിൻ്റെ ആവശ്യകത ഇല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഒത്തിരി വിശാലമായിട്ടുള്ള ആവശ്യകത ഇല്ലല്ലോ. അപ്പം ഒരു ബാത്റൂം സെറ്റപ്പ് അവിടെയുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ റൂംസും കാര്യങ്ങളും അലൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയാണ് ഈ കാണുന്നത്. വോ നല്ല രീതിയിൽ വെളിച്ചം അടിച്ച് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് നമുക്ക് ഇരിക്കാനും, അതുപോലെ തന്നെ ടേബിൾ പോലെ യൂസ് ചെയ്യാൻ വേണ്ടുന്നുണ്ട്. ബോക്സ്, സെറ്റി, അതുപോലെ തന്നെ മ്യൂസിക് ഉണ്ടോ, മ്യൂസിക് ഫുൾ ഓണാണ്, ഓൾ ടൈം ഓണാണത്. അതുപോലെ തന്നെ ഇവിടെ കസേരയും സൺലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കസേരയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ മ്യൂസിക്, പൊളി അറ്റ്മോസ്ഫിയർ അറിയാം ഇവിടെ. ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഈ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. കാരണം വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തമായിട്ടിരുന്ന് സംസാരിക്കാനും സൺലൈറ്റ് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ് ഇത്. ബാക്ക് യാർഡിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ നമ്മൾ ബാക്ക് യാർഡ് കിടക്കുകയാണ്. ഇവിടെ ബാക്ക് യാർഡിൽ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബുഷസും വലിയ ചെടികളും കാര്യങ്ങളും എല്ലാം. ഇവിടെ ഒരു ഫ്ലവറുണ്ട്. ഇവിടെ ബാർബിക്യൂ സെറ്റപ്പാണ്. ഇവിടെ എല്ലാവരും ബാർബിക്യൂ അടിക്കും. അപ്പോൾ ബാർബിക്യൂവിന് വേണ്ട സെറ്റപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഐ ആം വ്ളോഗിങ്. You want to join with me? Come on. Wow. Come on. So, ഇവിടെ ഒരു ബാർബിക്യൂ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ഇവർ ചെയ്യാനുള്ളതാണ്. ഇവിടെയൊക്കെ ഫുള്ള് പൂർത്തിയാക്കാനുള്ളതാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. സ്റ്റിൽ പ്രോസസ്സിങ്ങിലാണ്. ഇവിടുത്തെ മേളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നേരെ ബാക്ക് യാർഡ്. സോ നമ്മുടെ ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പൊളിയാണ് ഇവിടെ. സോ ഇവിടെ നല്ല ചൂടാണ് ഇപ്പം. ഈ ഉച്ച സമയത്ത് നല്ല ചൂടാണ്. അപ്പം എന്താ ഇവിടെ കസേരയുണ്ട്, പൂൾ ചെയറും കാര്യങ്ങളും. പൂൾ ചെയർ എന്ന് പറയാം ഔട്ട്ഡോർ ചെയറാണിത്. ഇവിടെ ഇതാണ് അവരുടെ ബാക്ക് ഏരിയ വരുന്നത്. ഫുള്ള് ലോൺസ് ആണ്. ഇവിടെയൊക്കെ ലോണുകൾ പോയിട്ടുണ്ട്. പഴയ വീട്ടുകാരൊന്നും സെറ്റ് ചെയ്ത് വൃത്തിക്ക് സൂക്ഷിക്കാത്തതുകൊണ്ടാണ് ഇവർ ജസ്റ്റ് മേടിച്ചുള്ളൂ. അതെല്ലാം വൃത്തിയാക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ വീട് ഇവിടെ എങ്ങനെയാണ് ന്യൂസിലൻഡിലെ വീടുകളും കാര്യങ്ങളും എന്നൊക്കെ ഒരു കാണിച്ചു തരിക. എൻ്റെ ഒരു ഐഡിയ അതായിരുന്നു. ഇവിടുത്തെ വീടുകൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കാണിച്ചു തരിക എന്നുള്ളതാണ്. ഇത് 1979 നിർമ്മിച്ചൊരു വീടാണ്. അപ്പം പഴയൊരു വീടാണ് ഇത്. ഇതുപോലത്തെ ഒരു വീട് ഇത്രയും നാളെ നിലനിൽക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ വരെ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്, ബേസിൽ. ഞാനപ്പോൾ അവരുടെ കൂടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യട്ടെ.